SSLC ബുക്കിൽ സത്യശീലനും മാരേജ് സർട്ടിഫിക്കറ്റില് സുഗതനും കിടക്കണം. ചേട്ടനും അനിയനും കൂടി ഒരാളെ കല്യാണം കഴിച്ചതാണ്. ഇതിപ്പോ ഞാൻ എങ്ങനെ വിശ്വസിക്കുക ഏതാണ് അച്ഛൻ എന്നുള്ളത്? കാരണം DNA ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കൗസല്യ എന്റെ ഭാര്യയുടെ അമ്മ. ഭാര്യയുടെ അമ്മയുടെ അമ്മക്കാണ് 2 ഭർത്താക്കന്മാരുള്ളത്. ഓ, രണ്ട് ഭർത്താക്കന്മാരുണ്ട്. അത് ശരി. അപ്പൊ ആദ്യത്തെ ആള് കല്യാണം കഴിച്ച് മരിച്ചിട്ട് രണ്ടാമത് വേറെ? ഇല്ല, ആരും മരിച്ചിട്ടില്ല. അത് ചേട്ടനും അനിയനും കൂടി ഒരാളെ കല്യാണം കഴിച്ചതാണ്. മണ്ടോദരി എന്നാണ് അമ്മൂമ്മയുടെ പേര്. അമ്മൂമ്മ മരിച്ചുപോയി. ഓ ഓ ഓ ഓ ഓ ഓ ആ, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. ഓ, അത് ശരി. അപ്പൊ പഴയ കാലത്ത് അങ്ങനെ വിവാഹം കഴിച്ചവരാണ് അല്ലേ? തോന്നണം ഞാൻ കല്യാണം കഴിച്ചു ചെല്ലുമ്പോ അവിടെ അങ്ങനെ ഒരു സമ്പ്രദായം. അപ്പൊ ഈ സത്യശീലൻ എന്ന് പറഞ്ഞ ആള് വേറൊരാളാണ്, സൂതൻ എന്ന് പറഞ്ഞ ആള് വേറൊരാളാണ് അല്ലേ? ഇതില് സത്യശീലനാണ് നമുക്ക് ഈ മാരേജ് സർട്ടിഫിക്കറ്റിൽ വരേണ്ടത്. ഇപ്പൊ ഒരാളുടെ പേര് രണ്ടെണ്ണമായി മാറിപ്പോയതല്ല, രണ്ട് വ്യക്തികളാണ്. അത് ശരി. അതിലിപ്പോ ഈ കൊടുത്തേക്കണേല് ഇപ്പൊ ഈ സുഗതം എന്നുള്ളത് സത്യശീലൻ എന്നാവണം. അല്ല, അതങ്ങനെ ആക്കാൻ പറ്റണ ഒരു കാര്യല്ലേ. ഇപ്പൊ 1 and the same സർട്ടിഫിക്കറ്റ് അതും പറ്റൂല. അതിപ്പോ ഒരാളുടെ പേര് രണ്ടെണ്ണാണെങ്കിലാണ് ഇപ്പൊ അങ്ങനെയുള്ള. നിങ്ങളൊരു കാര്യം ചെയ്യ്, വില്ലേജ് ഓഫീസറെ കണ്ടിട്ടേ. അല്ല സാർ, ഞാൻ അവിടെയൊക്കെ പോയപ്പോഴാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് സാറിനെ കാണാൻ പറഞ്ഞത്. അല്ല, അതെ, ഞാൻ കാര്യം പറയട്ടെ. ഇതിപ്പോ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് എഴുതി അങ്ങോട്ട് വരാൻ പറ്റൂല. അവിടുത്തെ വില്ലേജ് ഓഫീസറിന്റെ ഇന്ന് ഒരു ക്ലാരിഫിക്കേഷൻ മേടിച്ചിട്ട് വരണം. ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ അമ്മായിയമ്മയുടെ അച്ഛണ്ടല്ലോ, അത് സുഗതനല്ല സത്യശീലനാണ് എന്ന് നിങ്ങളുടെ വില്ലേജ് ഓഫീസർ ഒന്നൊരു എവിഡൻസ് തന്നാ മതി. അതിനൊക്കെ വേണ്ടി നടന്നു വരുമ്പോഴേക്കും എന്റെ കൊച്ചിന് 10-18 വയസ്സ് കഴിയും. അപ്പൊ പിന്നെ ഈ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല. അല്ല ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾ ഇതാണെന്ന് പറഞ്ഞിട്ട് വരുമ്പോ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുത്തു തരാൻ പറ്റും. സാറിനോട് ഞാൻ പറഞ്ഞല്ല, ബുധൻ എന്ന് പറഞ്ഞ ആളും സത്യശീലൻ എന്ന് പറഞ്ഞ ആളും അമ്മൂമ്മയുടെ ഭർത്താക്കന്മാരാണ്. അതൊക്കെ മനസ്സിലായി. ഇപ്പൊ നിങ്ങക്ക് ഞാൻ ഇത് തന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് സുഗതം വന്നിട്ട് അല്ലല്ല ഞാനാണ് എന്നൊക്കെ പറഞ്ഞ സംഗതി അടങ്ങറാവും. ഇത് ഞാൻ തിരുത്തിയതായി മാറും പിന്നീട്. അല്ല സാറേ, സുഗതം വല്യച്ഛനെ ഒന്നും പറ്റൂല, ഓർമ്മയെല്ലാം വേണ്ട, ഒന്നും പ്രശ്നമില്ല, അങ്ങ് ചെയ്ത് പോട്ടെ പറയണേ. ഇത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങളാവുന്ന ചെന്നിട്ട് നിങ്ങളുടെ വഴിയിൽ നിന്ന് ഒരു ശ്രമം നടത്ത്. അപ്പൊ എന്താന്നുള്ളതിന്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് എന്താണ് അവര് പറയണത് നോക്ക്. എന്നിട്ട് നമുക്ക് എന്താ അതിന് ശേഷം എന്താ വേണ്ടിച്ച് ചെയ്യാം. ഇതിപ്പോ അത്ര വലിയ ഇടങ്ങളൊന്നുമില്ല, ഞങ്ങളൊന്ന് അന്വേഷിച്ചാ മതി. അന്വേഷിച്ചാൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ വില്ലേജിൽ ചെന്നിട്ട് അതെ, വില്ലേജ് ഓഫീസറെ കണ്ടിട്ട് ഈ കാര്യം ഒന്ന് പറയും, വ്യക്താക്ക് എന്താ വേണ്ടിച്ച് ഒന്ന് ആലോചിച്ചു കേട്ടാ. സാറേ, ഈ 2020 എന്നാ തുടങ്ങണം. ഇപ്പൊ March 21 തുടങ്ങൂലേ? കാണുന്നുണ്ടോ? കളി കാണുന്നുണ്ടോ? സഞ്ജു സാംസനെ ഇറക്കില്ല എന്ന പ്രാവശ്യം ഒഴിവാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അവങ്ങൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കിട്ട് വരും കേട്ടോ. അതിന്റെ കുടുംബം വൈകുന്നേരം ടിവിയിൽ ഒരു വാർത്ത കാണൂല, ഒരു സിനിമ കാണൂല, വിനോദ പരിപാടി ഒന്നും കാണൂല, ക്രിക്കറ്റ് മാത്രം. ഞാനെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കി വിട്ടിട്ടുണ്ട് സാറേ. അസ്രുദ്ദീനാണല്ലോ ക്യാപ്റ്റൻ. ഒന്ന് ശരിയായി. അസ്രുദ്ദീനാണല്ലോ ക്യാപ്റ്റൻ. എന്നത്തെ കസര വീട് ചേട്ട വീട് ഞാൻ കസാര വിട്ടോ. ഇന്ന് ഞായറാഴ്ച, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞായറാഴ്ച ഞാനാ എന്തിനകത്ത് പിടിച്ച് വലിപ്പിട്ട് വിട്ടോ. എന്റെ കൈ കേട് ഇരുന്നാ പോരെ? ഞാൻ വിട്, ഞാൻ ഇരുത്തി തരാം. ഇരുത്തി തരാം. വിട്ടേ അപ്പ വിട്ടേ, ഇരുന്നാ പോരെ? ഞാൻ ഇരുത്തി തരാം. മര്യാദ ഇടട്ടെ. വീടല്ലേ, അവിടെ ഇരിക്കാം. ഇന്ന് ഞാൻ ഇന്ന് ഇരിക്ക. അതെ, രണ്ടാളും അവിടെ ഇരുന്നേ. ഇവിടെ ഇരിക്കൂടാ. അല്ല, ഞാൻ മേലാലി കസേരക്ക് വേണ്ടി ഇവിടെ കിടന്ന് അടി വിട്ട. അവിടെ ഇരുന്ന ഇരിക്കാം. ഇന്ന് ഞാൻ ഇന്ന് 2 പേരും ഇവിടെ ഇരുന്നോ? കണ്ട? അയ്യോ, 2 പേരും അവിടെ ഇരി. അശോകസ്തംഭം പോലെ ഉണ്ട്. ഇപ്പൊ അങ്ങോട്ട് ഇരുന്നോ. 2 പേർക്കും അധികാരമുണ്ട് കേട്ടാ. പിടിക്ക് ഏട്ടാ. അതവിടെ മടക്കി വെച്ചിട്ടൊരു കാര്യമില്ല. തട്ടുമ്പുറത്ത് എടുത്തു വെച്ചാൽ എടുത്തോണ്ട് വരും. കത്തിച്ച് കളയാനെങ്ങ നോക്കും. ഇന്നേ ഒന്ന് നോക്കാം നമുക്കൊന്ന് കേട്ടോ. അവിടെ ഇരുന്നോട്ടാ. എന്താ പറഞ്ഞ് കത്തിക്ക? ഇല്ല, കൊച്ച് കരയണ്ടേ, അപ്പൊ ഒച്ചെടുക്കല്ലേ എന്ന് പറഞ്ഞതാ. വേണ്ട.
ആരാത്? അത് വില്ലേജ് ഓഫീസറാണ്. കറവക്കാരനാ? വില്ലേജ് ഓഫീസറാണ്. സാറേ എന്റെ വില്ലേജ് ഓഫീസറാ? അത് നമ്മുടെ ഉണ്ണിയാണ് ഒരെണ്ണം. കറവക്കാരൻ. എന്റെ ദൈവമേ. ഓനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ ഡാഡി ആ നിന്റെ വീട്ടിലേക്കല്ലേ വൈ കറക്റ്റ് ആയിട്ട് എന്നോട് തന്നെ ബൈക്ക് ചോദിച്ചു. ഞാൻ ഇതാ വില്ലേജ് ഓഫീസർ കൊണ്ടത്. നമസ്കാരം സാറേ, കയറ്. നമസ്കാരം. വരൂ വരൂ. അതെ, ആ കസാരങ്ങൾ എടുത്തു വെച്ചു. എന്നാ ഞാൻ അങ്ങോട്ട് ഇരിക്കേ. എന്താ അപ്പൂപ്പന അവിടെ ഇരുന്നോ? അതെ. കയറ് സാറേ, ഇരിക്ക്. കസേരേ, കസേര. കസേരല്ലേ? കസേര അവിടെ അങ്ങനെ മടക്കി വെച്ചിരിക്കണേ. ഇരുന്നോ സാറേ? എവിടുന്നപ്പോ എവിടുന്നാ വരുന്നേ? വില്ലേജിൽ വില്ലേജിൽ കറവക്കാരനാ? വില്ലേജിൽ നിന്ന് വരികയാണ്. വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ. ആ ഓ, ഇതേ കറവക്കാരനാ? കാരനല്ല, ഓർമ്മ. ഓഫീസറാണ്. ഓഫീസറേ, വില്ലേജ് ഓഫീസർ. അതെ, ഏത് ഓഫീസറാണെങ്കിലും ശരി, നന്ദിനിയുടെ അവിടെ പിടിച്ച അവൾക്ക് പറ്റിയില്ലെങ്കിൽ അവള് ചവിട്ടും. എന്താ സാറേ, നമ്മളെ അപേക്ഷ തന്ന കൗസല്യ അമ്മയാണ്, വൈഫിന്റെ അമ്മയാണ്. കൗസല്യ എന്റെ മോളാണ്. എന്റെ മോളാ. മോളാണ് ഞങ്ങളുടെ മോളാ കൗസല്യ. കൗസല്യ ആരുടെ മോളാണ്? കൗസല്യ ഞങ്ങളുടെ മോളാണ്. മണ്ടോതിരി അമ്മ. രണ്ടുപേരും ഭർത്താവാണ്. മണ്ടോതിരി. അതെ അപ്പൂപ്പാ, ഞാൻ പറഞ്ഞോളാം. അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഓഫീസർക്ക് കാര്യം അറിയാം. ഞങ്ങളുടെ ഭാര്യയാണ് മണ്ടോതിരി. മണ്ടോതിരിയുടെ മോളാണ് കൗസല്യ. അത് മനസ്സിലായി. അത് മനസ്സിലായില്ല ഇപ്പൊ? ഭാര്യ. പുതിയ കറവക്കാരനാ? അല്ലാതെ ഇപ്പൊ ഇതിലെ ശരിക്കുള്ള അച്ഛൻ ആരാണെന്ന് പേര് അതിനറിയോ? ഇല്ല, അതാ ആർക്കും അവിടെ നിശ്ചയമില്ല. ആ ശരി. അമ്മയുണ്ടോ? അമ്മയുണ്ട്. ദമയു, അമ്മനെ വിളിച്ചേ. എളുപ്പമായി. കാര്യങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടില്ല. അമ്മയ്ക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ. അല്ല, ഇത് നമ്മുടെ അപേക്ഷ കൗസല്യ. അല്ല, ഞാൻ ചോദിച്ചാൽ അതല്ല, ഈ കൗസല്യയുടെ അമ്മ ഇല്ലേന്നാണ് ഞാൻ ചോദിച്ചത്. പ്രസവിച്ചു. മണ്ടു അമ്മ മരിച്ചുപോയി. മണ്ടു എന്റെ ഞങ്ങളുടെ ഭാര്യ മരിച്ചു. 14 കൊല്ലായി. 14 കൊല്ലടാ. 13 കൊല്ലായിട്ടുള്ളൂ. എന്താ സാറേ, ഇനി അവരിപ്പോ ജീവിച്ചിരുന്നത് എങ്ങനെ പറയാൻ പറ്റും? അല്ല അതെ, ഇതിപ്പോ പ്രശ്നമാണല്ലോ. എങ്ങനെയെങ്കിലും ഒന്നും ചെയ്യണം സാറേ. കൊച്ചിനായിട്ടൊന്ന് പോകാൻ നേരത്തെ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അവസ്ഥ. എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ ഇതിലിപ്പോ ഒരു കള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ടി വരും, സർട്ടിഫിക്കറ്റ് ആക്കാനായിട്ട്. ഇതില് ഇപ്പം ആരാ ഇതില്? സത്യശീലൻ. സത്യശീലൻ അപ്പൂപ്പനതാണ്. ഞാൻ സത്യശീലൻ. എന്റെ പേര് സത്യശീലൻ. ഇത് ഭാര്യ മണ്ടു. ഇദ്ദേഹത്തിനാണല്ലോ അച്ഛനാക്കേണ്ടത്. സത്യനപ്പൂപ്പന. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗസല്യ ജനിക്കുന്നതിന് 2 കൊല്ലം മുമ്പ് ഈ സുഗതൻ അപ്പൂപ്പൻ നാട് വിട്ടു പോയി എന്നും ഈ കൗസല്യക്ക് 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സുഗതൻ അപ്പൂപ്പൻ തിരിച്ചു വന്നതെന്നും എന്ന് നമുക്ക് ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് തരണം. സത്യൻ അപ്പൂപ്പൻ ഒരു സ്റ്റേറ്റ്മെന്റ് തരണം. അത് കിട്ടിയാൽ പിന്നെ ഒരുമാതിരി കാര്യങ്ങളൊക്കെ എളുപ്പമാവും. പക്ഷെ അത് മാത്രം പോരാ. നമ്മുടെ ഈ സുഗതൻ അപ്പൂപ്പനെ പുള്ളി ഈ സമയങ്ങളിൽ പുള്ളി നാട് വിട്ട് വല്ല UP-യോ ആന്ധ്രയോ വേറെ എവിടെയെങ്കിലും ആയിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെയും കൂടെ വേണം. അയ്യോ, അത് ബുദ്ധിമുട്ടാവും സാറേ. പുള്ളിക്ക് നല്ല ഓർമ്മയില്ല. ഓർമ്മയില്ല നിങ്ങൾ അങ്ങനെ വെറുതെ പറഞ്ഞാൽ പറ്റുമോ? പുള്ളി കാര്യങ്ങളൊക്കെ പറയല്ലേ. ഓർമ്മക്കുറവുണ്ട് സാറേ. എന്തെങ്കിലും തെളിവുണ്ടോ? എന്റെ സാറേ തെളിവുണ്ട് സാറേ. ഇതാ കയ്യോടെ പിടിച്ചോ. സുഗതനപ്പൂപ്പാ, ഇതാരാ വന്നെന്ന് പറഞ്ഞേ? അത് പുതിയ കറവക്കാരൻ. ഇത് സാറേ, ഞാനാരാ? ഈ പഴയ കറവക്കാരൻ. 2 അപരിചിതർ വിചാരിക്കാം. ഒന്നും മട്ടതാ. സുഗതപ്പൂപ്പ, ഇതാരാ? അത് ദുബായിൽ നിന്ന് വന്ന കറവക്കാരൻ. ഓർമ്മയില്ല സാറേ. ഇപ്പൊ ആകെ പ്രശ്നമാണല്ലോ സാറേ. എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്ത് തന്നെ സാർ. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. അതെ, ഇനിയിപ്പം ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ ഈ സത്യനപ്പൂപ്പൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് 2 സാക്ഷികൾ വേണം. അത് കുടുംബത്തിൽ നിന്നും പോലെ പുറത്തുനിന്ന് വേണം. താൻ പറ്റില്ല. അതായത് ഈ കൗസല്യ ജനിച്ച സമയത്ത് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ആളിന് പ്രായപൂർത്തിയായ ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഏജ് കുറച്ച് കൂട്ടിയിടാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അല്ല, വേറാണ്ട്. അതാരാ? വേറാണ്ട്. ദേശം സാധനം മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കാം നമുക്ക്. ആ, ആരാണ്? രാവോട്ടൻ. രാഘവട്ടന്. എന്റെ അച്ഛൻ.
ഒരെണ്ണം അപ്പൊ രാഘവേട്ടനുണ്ട്, ഒരാളെ ഞാൻ ഒപ്പിച്ചോളാം സാറേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രണ്ടാളെയും കൂട്ടിയിട്ട് നിങ്ങൾ വില്ലേജിലോട്ട് പോകും. എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ. ഞാൻ നോക്കട്ടെ, ഞാൻ പരമാവധി ഇത് ഇങ്ങനെ ഒരു ആവശ്യം ആയതുകൊണ്ട് ഞാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ. ഓ ഓ ഓ കാപ്പി കുടിച്ചിട്ട് പോവാ. ഇല്ല, അതിനുള്ള സമയമില്ല. കൗസല്യ ആ തൊഴുത്ത് കാണിച്ചു കൊടുക്കും. ഇന്നലെയാണ് പോയി കടന്നോളൂ. സാറേ, ഇല്ല ഇല്ല വേണ്ട, ഇനി വരുമ്പോ ചായ എങ്ങനെ കൊടുക്കണേ? പാല് വരില്ലോ, കറന്നിട്ട് വേണ്ടേ? ഞാൻ വരാം സാറിന്. ഇല്ല വേണമെന്നില്ല, ഞാൻ പൊക്കോളാം. ശരി. ഞാനവിടെ പോട്ടെ. ആ തൊഴുത്തിലെ ചാണകം വാരുന്ന പോയിട്ട് ചാണകം വാരി. ചാണകം വാരിയിട്ടില്ലേ? എന്തെന്ന് പറയുന്നു? പറയാതെ ഒന്നും ഒരു എങ്ങനെ സഹിക്കുന്നു? അങ്ങനെ പോവുക. ആ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്തേ എടുത്തിട്ട് വേണം 5 മിനിറ്റ് ഇരുന്നോ? ചീത്ത പറയണ. 5 മിനിറ്റ് ഇരുന്നോ, പിന്നെ ഞാൻ ഇരിക്കാം. അതൊക്കെ ചീത്ത പറയും. അതൊക്കെ ചീത്ത പറയും. മന്ത്രിയായിട്ടുണ്ടായ പോലെയാണ് കസേരയോട് ഒരു കളി. ഓ പോയി ചാണകം വാരണേക്കാ. എന്താ പറഞ്ഞു? പോയിട്ട് വരാം. എന്താ പറഞ്ഞ്? ഞാനിപ്പോ എങ്ങോട്ടാ പോണ്ട്? എന്താ പറഞ്ഞ്? കഴിച്ചിട്ട് വരാം. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. കഴിച്ച കറന്നിട്ടും വരാം, ചൊറിയില്ല. കറക്കാൻ പോവാ. എന്തിനാ ഈ വെറുതെ ആൾക്കാർ വരുമ്പോ ഇങ്ങനെ കറക്കണ കാര്യം പറയണ്? ആൾക്കാര് വരുമ്പോഴേ ഇങ്ങനെ കറവക്കാരനാണെന്ന് പറയണ, അത് പറയാൻ പാടില്ലേ. അല്ല, അത് കുട്ടികൾ നോക്കി ചെയ്യണ്ടല്ലേ അതൊക്കെ. നോക്കി അത് കസാരട്ട് ഇരുന്നോ. ചെക്കൻ ചീത്ത വേണ്ട, ഞാൻ ഇരിക്കുന്നില്ല. ഇരുന്നോ, ഇജ്ജല്ലേ ഏട്ടൻ, ഇരുന്നോ. ഏട്ടാ കസാരട്ട പിന്നെ അവന്റെ പൊളി കയറിയിരിക്കും. ഇല്ല, ഞാൻ തല്ലൂടില്ലേ, അവിടെ ഇട്ടിരുന്നോ. അല്ലേ, അങ്ങനെ ഇരിക്കണ്ട, തണ്ടല് വലിക്കും. കസാര പിടിച്ചായിരുന്നോ? വേണ്ട ഞാൻ തല്ലൂടില്ല, ഞാൻ കസാര പിടിച്ചിട്ട് തരാം. വേണ്ട ഏട്ട ഇരുന്നോ, എനിക്ക് വേണ്ടേ. ഇവിടെ ഇരുന്നോളാം. വെറുതെ എന്നോട് തല്ലൂടാനാവില്ല. അപ്പൊ തല്ലൂടാൻ വരില്ല? തല്ലൂടാനൊക്കെ വരും ചെലപ്പോ. അപ്പൊ പിന്നെ എനിക്ക് എടുത്തിട്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആളില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റണേ? ഇപ്പൊ നിങ്ങൾ നാട്ടിലുണ്ടല്ലോ. നിങ്ങൾ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കൂ. അടച്ചു കഴിഞ്ഞിട്ട് അതിന്റെ മേൽ നടപടികൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്റെ സുഹൃത്തെ, നിങ്ങൾ ബിൽഡിംഗ് ടാക്സ് അടച്ചിട്ട് വരൂ കേട്ടോ. സാറേ, ഒരു രീതിയിലും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? സാറേ, സാറ് പറഞ്ഞ പ്രകാരം സാക്ഷികൾ കൊണ്ടതിനുണ്ട്. ഒന്നല്ല ശരിയാക്കി തന്നെ. ഇത് രാഘവട്ടൻ, എന്റെ അച്ഛൻ. ഇത് വിജയേട്ടൻ, അയൽവക്കത്തുള്ളതാണ്. ഒന്ന് എഴുന്നേറ്റ്. എഴുന്നേക്ക് സാറേ, ഇത് ശരി. എഴുന്നേക്കടോ, എഴുന്നേക്ക്. ഓ, നിങ്ങൾ എഴുന്നേക്ക്. ഞാനും. എഴുന്നേക്ക്. എഴുന്നേക്കൂ. ഇരിക്കും. രണ്ടാളിരിക്കും. നിങ്ങൾ നടത്തിയിട്ട് നിങ്ങളുടെ മോൻ ഇങ്ങനെ ഇരുന്ന അത് മര്യാദയാണോ? അല്ലല്ലോ. പ്രായത്തിന് മാനിക്കണം കേട്ടോ. ഇരിക്കുമ്പോ ഓഫായ എനിക്കറിയാം ഓണാക്കാൻ കേട്ടോ. ഒരു മര്യാദ ഇല്ലാത്ത നിങ്ങളൊക്കെ വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ? എന്റെ പേര് പിന്നെ എന്റെ പേര് ഞാൻ ചോദിക്കേണ്ട കാര്യമുണ്ട്. എന്റെ പേര് എനിക്കറിയാം. നിങ്ങളുടെ പേരെന്താന്ന് പറയൂ. രാഘവൻ. എന്താ ചെയ്യണേ? ഞാൻ ചായക്കട. എന്താ പേര്? വിജയൻ. എന്ത് ചെയ്യുന്നു? മത്സ്യത്തൊഴിലാളികൾ. അത് ശരി. എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല ഇതല്ലേ മത്സ്യം? ഇപ്പൊ നല്ല ലഭ്യത ഉണ്ടല്ലേ? ഇവിടെ എല്ലാം ഈ മറ്റേ ഇത് ചേർത്തതാണ് വരുന്നത്. ചീനവലയാണ് സാറേ, ചീനവലയാണ്. അത് കുഴപ്പമില്ല. അപ്പോ നമ്മളെ ഈ കൗസല്യ അറിയാലോ? കൗസല്യ ജനിക്കുന്ന അന്ന് നിങ്ങൾ എവിടെ ആയിരുന്നു? ഞാൻ ചായക്കടയിൽ. ഈ കൗസല്യ ജനിക്കുമ്പോ നിങ്ങൾ ഇവിടെ ചായക്കടയിൽ എവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ? ഞാൻ പിന്നെ കൗസല്യ ജനിക്കുമ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ കാസർഗോട്ടായിരുന്നു. അതെ, കല്യാണം കഴിയാണോ മോനുണ്ടായത്? ഞാൻ ദത്തെടുത്ത തന്നെ അന്നുകൂടെ പറയാൻ നിൽക്കണ്ട. അതെ, അച്ഛൻ പറയട്ടെ. അത് ഈ കൗസല്യ ജനിക്കുമ്പോ നിങ്ങൾ കാസർഗോഡായിരുന്നോ? സാറേ, ഞാൻ പറയാം സാറേ. അത്
ഈ അച്ഛൻ ഈടെ കല്യാണം കഴിച്ച് ഈടനെ കൂടി ഈ കൗസല്യ ജനിക്കുന്ന അന്ന്, അതായത് പ്രസവിക്കുന്ന അന്ന് അച്ഛൻ കാസർഗോഡായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അലവിയും ജിലേബിയും മൈസൂർ പാക്കും ലഡു എല്ലായിട്ട് വന്നു. അതെ അതെ സാർ ആണോ അതെ സാർ അപ്പൊ കൗസല്യ ജനിക്കുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ എല്ലാം നമുക്കറിയുന്നല്ലേ. ഈ സത്യശീലനുമായിട്ട് നല്ല പരിചയമാണോ? ആ ഈ കൗസല്യ ജനിക്കുന്ന സമയത്ത് അച്ഛൻ സുഗതനാണോ അടുത്തുണ്ടായിരുന്നത് അതോ സത്യശീലനാണോ അവിടെ ഉണ്ടായിരുന്നേ? സത്യശില്ല. ആണോ? ഉറപ്പല്ലേ? ആ സുഗതനല്ലായിരുന്നല്ലോ അല്ലേ? സുഗതനല്ലായിരുന്നു. സുഗതൻ ആ സമയത്തില്ല. സുഗതൻ ഗുജറാത്തിലായിരുന്നു അല്ലേ? ആണോ? ഗുജറാത്തിലായിരുന്നോ? ആണോ? ആയിരുന്നോ? ഗുജറാത്തിലായിരുന്നു. ആണല്ലോ അല്ലേ? ഗുജറാത്തിലായിരുന്നു.